ചിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്തിന് ചിപ്പി എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് അവിക്കാൻ വയ്ക്കണം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയണമെന്നറിയില്ല. ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടെ കടലിൽ നിന്ന് കിട്ടുന്നത്. ഇത് കായലിൽ എന്തായാലും കിട്ടത്തില്ല. കായലിൽ കിട്ടുന്നത് ഈ കല്ലുമ്മക്ക എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. ഇത് ഞങ്ങൾക്ക് കടലിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇതെങ്ങനെ വൃത്തിയാക്കുന്നതും ഇതിനെ തോരൻ വയ്ക്കുന്നതും നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമുക്ക് ഇതിനെ വെള്ളം ഒഴിച്ച് അവിക്കാം. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടുമ്പോഴാണ് ഇതിങ്ങനെ തുറന്നു വരുന്നത്. ഇതുപോലെ തുറന്ന് ചിപ്പിയായിട്ട് വരും. ഇനി നമുക്കിതിനെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിൻ്റെ ഈ തോല് നമുക്ക് എടുത്ത് കളയണം. എന്നിട്ട് ഈ ചിപ്പിയെ നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്കാദ്യം വെള്ളം ഊറ്റിക്കളയാം. ഇപ്പോൾ ചൂട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തോട് മാറ്റണം. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ വേർതിരിച്ചെടുക്കലാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ വേർതിരിച്ചെടുക്കും. ഇനി ഇതിലെ വേസ്റ്റ് കളയും. ഇതിനകത്തൊരു വേസ്റ്റുണ്ട്. ഇതിൻ്റെ വേസ്റ്റാണ്. അത് നമ്മളിങ്ങനെ ഈ ഭാഗം കളയുന്നതാണ്. അതേപോലെ ചിപ്പിയുടെ എല്ലാ ചിപ്പിയിലും ഇതുപോലെ അതിൻ്റെ തോട് കളഞ്ഞ് ഇതുപോലെ വേസ്റ്റ് കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുക്കും. ഇതിനകത്ത് മണലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളത് നല്ല പോലെ ഇത് കഴുകിയെടുക്കണം. നമ്മളൊരു ഏകദേശം ഒരു 10 വെള്ളം വരെ കഴുകേണ്ടതാണ്. അല്ലെങ്കിൽ മണൽ കടിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വലുത് ആണെങ്കിൽ 2ആയിട്ട് മുറിക്കണം. അതിനിവിടെ മുതുവ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് 2 സവാള ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടിടേണ്ട പൊടികൾ കാണാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ജീരകം, മുളക് പൊടി, ഉപ്പ്, കടുക്, വെളുത്തുള്ളി, എണ്ണ, മഞ്ഞൾപ്പൊടി, തേങ്ങ. അപ്പോൾ നമുക്ക് പാചകം തുടങ്ങാം. ഹായ് ഗെയ്സ്, അപ്പോൾ നമുക്ക് ചിപ്പിത്തോരൻ ഉണ്ടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ, കുറച്ച് കടുക്, 1 ടീസ്പൂൺ മതിയാവും. കറിവേപ്പില, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, 2 സവാള എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലോട്ട് ഉപ്പ്, ഇതൊന്ന് വാടി വരുന്നത് വരയ്ക്കും, കുഴഞ്ഞ് വരുന്ന രൂപത്തിലേക്ക് എത്തുന്നത് വരെയും നമുക്കിത് ഇളക്കാം. വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിപ്പി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. കൂട്ട് റെഡിയാക്കാം. തേങ്ങ, ജീരകം, ചെറു ജീരകമാണ് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി,
പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളിയും കറിവേപ്പിലയും. ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ വേണ്ടി വരും. ഞാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ചെറു തീയിലിട്ട് വേവിച്ചെടുക്കാം. ചെറു തീയിലിട്ട് നമുക്കൊന്ന് വേവിക്കണം. ആദ്യം ഇതിനെ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾക്കിത് ഇവിടെ കിട്ടത്തുള്ളൂ. ഇത് കടലിൽ പോയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് ചിപ്പി എന്നാണ് പറയുന്നത്. ഇതിന് വലുതിനെ മുതുവ എന്നും പറയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം എനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം.